അവൻ്റെ കാർഡ് എൻ്റെ ഇല്ല, അത് മിസ്സായിപ്പോയി. ഞാൻ നോക്കട്ടെ എൻ്റെ ബാഗിൽ എവിടെയെങ്കിലും കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഈ വീഡിയോയിൽ കൂടെ അറ്റാച്ച് ചെയ്യാം. കഴിവതും നിങ്ങൾ വരുമ്പോൾ മാക്സിമം നമ്മുടെ ഈ സൈറ്റുകളൊക്കെ ഇല്ലേ ബുക്ക് ചെയ്യുന്നത്, booking.com, ഓയോ, മേക്ക് മൈ ട്രിപ്പ്, അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് മാക്സിമം നിങ്ങൾ ലൈക്ക് ഹോസ്റ്റലുകൾ ബുക്ക് ചെയ്യുക. അതാകുമ്പോൾ മേ ബി ഒരു 1500 രൂപ അല്ലെങ്കിൽ ഒരു 2000-നകത്ത് നല്ല റൂം കിട്ടും. ഹോസ്റ്റലിൻ്റെ റൂമുകൾ കിട്ടും. അതാവുമ്പോൾ നിങ്ങൾക്ക് 24 hours എപ്പോഴും വേണോ നിങ്ങൾക്കൊന്ന് ആക്സസ് ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നും വരത്തൊന്നുമില്ല. മാക്സിമം നോക്കി ഹോസ്റ്റലുകൾ എടുക്കുക. പിന്നെ കാഠ്മണ്ഡു ഒരു ദിവസം കാണാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവിടെ മെയിൻ സിറ്റി അവിടെ തമേലാണ്. പിന്നെ അവിടെ ഒരു പശുപതിനാഥ് ടെമ്പിളുണ്ട്. പിന്നെ കുറച്ച് ബുദ്ധ മൊണാസ്ട്രീസ്, പിന്നെ ഒരു ശിവൻ്റെ ടെമ്പിളുണ്ട്. മെയിനായിട്ടുള്ളത് ആ ഒരു പശുപതിനാഥ് ടെമ്പിളാണ്. തമിഴിൽ പോകണമെങ്കിൽ നിങ്ങളൊരു നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് ഭയങ്കര പൈസ ഉണ്ട് ഇവിടെ. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വരുമല്ലോ, നിങ്ങൾക്ക് 1200 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം ചീപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല ഇവിടെ. എല്ലാം ഇവിടെ എക്സ്പെൻസീവാണ്. ആകെപ്പാടെ ഇവിടെ എക്സ്പെൻസീവ് ഇല്ലാത്തത് സിഗരറ്റും മാത്രമേ ഉള്ളൂ. ലിക്കറെല്ലാം വില കുറവാണ് ഇവിടെ എന്നാണ്. ബാക്കിയുള്ള ഫുഡെല്ലാം നല്ല എക്സ്പെൻസീവാണ്. കഴിവതും നിങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ഇപ്പം നേപ്പാൾ പോവുക. നമ്മൾ പകുതി ഇവിടെ മെയിൻ കാഠ്മണ്ഡുവിൽ പകുതിയും സ്കാമേഴ്സ് കാണും ഫുള്ളും. അത് ഒരു ദിവസം കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഒറ്റ ദിവസം കൊണ്ട്. ഇനി ഇങ്ങോട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കണത്. ഇനിയും വരുവാണെങ്കിൽ പൊക്കാറ ഒരു നല്ലൊരു സ്ഥലമാണ്. കാരണം ഫുൾ അവിടെ മൗണ്ടൻസും കാര്യങ്ങളുമാണ്. എന്നാലും ഇത് വല്ലാത്തൊരു വേഴ്സ് എക്സ്പീരിയൻസ് ആയിപ്പോയി. അതാണ് ഞാൻ